അസ്സലാമു അലൈക്കും. അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് ശിഹാബ് തങ്ങൾ, ഈ വേദിയിൽ സന്നിഹിതരായ ബഹുമാനപ്പെട്ട സഫാന്തങ്ങൾ അടക്കമുള്ള മറ്റ് സയ്യിദന്മാർ, ബഹുമാനപ്പെട്ട വാവാട് ഉസ്താദ്, ബഹുമാനപ്പെട്ട കാസിം ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ, മറ്റിവിടെ സന്നിഹിതരായ ഉമറാക്കളെ, ഉലമാക്കളെ, സഹോദര സഹോദരിമാർ, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ മടവൂർ ഷേഖ് അവറുകളുടെ 27ാം ഉറൂസ് മുബാറക്കിൻ്റെ സമാപന സമ്മേളനത്തിലും ദിക്ർ മജ്ലിസിലാണ് നമ്മളൊക്കെ സമ്മേളിച്ചിരിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇതുപോലെ ആ മഹാന്മാരോടൊപ്പം സ്വർഗത്തിലും അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും വളരെ ദൂരത്തുനിന്ന് കേരളത്തിൻ്റെ പുറത്ത് ദക്ഷിണ കർണാടക അടക്കമുള്ള പാലക്കാട് ജില്ലയിലടക്കമുള്ള സഹോദരന്മാർ വർഷാവർഷം ഇവിടത്തേക്ക് ഒഴുകിയെത്തുന്നത് അവരുടെ പല കാര്യങ്ങൾ സാധിക്കുന്നത് കൊണ്ടും മഹാനവറുകളെ മുൻനിർത്തി കാര്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് സാധിപ്പിച്ച് എടുക്കാൻ വേണ്ടിയുമാണ്. റമദാൻ കഴിഞ്ഞതിന് ശേഷം ഏതൊരു മഈശത്തിൻ്റെ ജോലിയുടെ കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശവ്വാൽ 6 നോമ്പ് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട മടവൂർ ഷേഖ് അവറുകളുടെ ഉറൂസിൻ്റെ ശേഷം നിർത്തിവെച്ച കച്ചവടത്തിലേക്കും ബിസിനസ്സുകളിലേക്കും ഗൾഫ് യാത്രയായാലും എല്ലാം തുടക്കം കുറിക്കുന്ന ഒരു സ്വഭാവം ഞങ്ങളുടെ ഭാഗത്തുള്ള ചിലവർക്കൊക്കെ ഉണ്ട്. അതിലെല്ലാം ഓരോരുത്തരുടെയും മഈശത്തിൻ്റെ മാർഗം പലരുടെയും പലതാണ്. ഓരോരുത്തർക്കും അനുയോജ്യമായ നിലക്കുള്ള ഖൈറും ബർക്കത്തും ഐശ്വര്യവും ഇസ്സത്തും റാഹത്തും സന്തോഷവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ വർഷത്തെ പ്രത്യേക സാഹചര്യം നേരത്തെ ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ മാഷ് അവറുകൾ സൂചിപ്പിച്ചതുപോലെ എല്ലാ വർഷവും വന്നിരുന്ന പല സഹോദരന്മാർക്കും ഈ വേദിയിലേക്ക് എത്താൻ പറ്റാതിരുന്നത് പ്രത്യേക സാഹചര്യത്തിലുള്ള പകർച്ചവ്യാധി പോലെയുള്ള പല പേരിലുള്ള പനിയുടെയും രോഗത്തിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ്. അത്തരത്തിലുള്ള രോഗങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും അള്ളാഹു കാത്ത് സലാമത്തിലാക്കുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങളൊക്കെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ശിഫിയാക്കി തരുമാറാവട്ടെ. ശുദ്ധീകരണ കാരണം പറഞ്ഞ് ഗവൺമെൻറ് തന്നെ ഖജനാവിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും തന്നെ പല സംഘടനകളും ശുദ്ധീകരണവുമായി വീടുകളും സ്ഥാപനങ്ങളും റോഡുകളുമൊക്കെ ശുദ്ധീകരിക്കേണ്ട വിഷയം മനുഷ്യനിക്ക്, ജനങ്ങൾക്ക് ബോധം നടത്തി ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്നാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. 14 മുമ്പ് ഷഫീഖുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതുപോലെയുള്ള ആ വൃത്തിയിലും ശുദ്ധീകരണത്തിലും മുസ്ലിം സഹോദരന്മാരാകുന്ന നമ്മൾ മാതൃകയായാൽ നമ്മളെ മാതൃകയാക്കി മറ്റുള്ളവരും ആ പാത സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുളത്തിന് മുളമായി ഈ സമൂഹം മറ്റ് സംസ്കാരങ്ങളുടെയും സ്വഭാവങ്ങളുടെയും പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകം സൃഷ്ടിച്ച രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു തആല ഈ ലോകം നിലനിൽക്കുവാനും സമൂഹമായി ജീവിക്കുന്ന സമൂഹജീവികളായിരിക്കുന്ന മനുഷ്യൻ അവൻ ആരോഗ്യത്തോടെ നിലനിൽക്കുവാനും ജീവിക്കുവാനും എന്താണോ വേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്ന, മറ്റുള്ള മതസ്ഥരുമായി ജീവിക്കുമ്പോൾ ആ സാഹോദര്യബന്ധം നിലനിർത്താൻ എന്ത് വേണമെന്ന് പഠിപ്പിച്ചു തന്ന ഈ ഉമ്മത്ത് അത് കൈവിട്ടുകൊണ്ട് മറ്റ് സംസ്കാരങ്ങളുടെയും സ്വഭാവങ്ങളുടെയും പിന്നാലെ പോകുമ്പോൾ ഈ സമൂഹം മറ്റുള്ളവരുടെ മുമ്പിൽ നിന്യന്മാരായി, മോശക്കാരായി മാറുന്നുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു.
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തന്നെ നമ്മളെ അറിയിക്കുന്നത്, ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ ഉണർത്തിയത്, സമൂഹമേ, സമുദായമേ, നിങ്ങൾ ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹുവുമായിട്ടൊരു കരാറുണ്ടാക്കിയിട്ടുണ്ട്. ആലമുൽ അർവാഹിൽ മനുഷ്യരുടെ ഖിയാമത്ത് നാൾ വരെ ജനിക്കാൻ വേണ്ടി പോകുന്ന മനുഷ്യരുടെ ആത്മാവിനെ അള്ളാഹു ആലമുൽ അർവാഹിൽ സൃഷ്ടിച്ചപ്പോൾ ആ സൃഷ്ടാവായ റബ്ബുമായി ഈ അർവാഹ് ഒരു ഉടമ്പടി, ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കരാർ നിങ്ങൾ പൊളിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പല മതസ്ഥരും പല ജാതിയുള്ളവരും ജാതിയില്ലാത്തവരും മതമുള്ളവരും മതമില്ലാത്തവരും സമൂഹത്തിൽ ജീവിക്കുന്ന, ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ ഇവിടെ അഭിമാനത്തോടുകൂടെ ഐക്യത്തോടെ ജീവിക്കാൻ റസൂൽ വെക്കുന്ന ഒരു നിർദ്ദേശം, ആലമുൽ അർവാഹിൽ അള്ളാഹുമായിട്ട് നിങ്ങളൊരു കരാറും ഉടമ്പടിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഉടമ്പടിയും കരാറും നിങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ ഭൂമി ലോകത്ത് മനുഷ്യരാകുന്ന നിങ്ങളുണ്ടാക്കിയ കരാർ അല്ലാഹു തആല പൊളിച്ചു കളയും. അപ്പോൾ നിങ്ങൾക്ക് ഭൂമി ലോകത്ത് ജീവിക്കാൻ പ്രയാസമാകുമെന്ന് ഷഫീഖുനാ റസൂലുള്ളാഹി തങ്ങൾ അലം അഹ്ദിലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ ദിവസവും മോദൽ സുന്നത്താണ് റസൂൽ പഠിപ്പിച്ചത്. യാസീൻ സൂറയിൽ അല്ലാഹ് പറയുകയാണ്, ആദമിന്റെ സന്താനങ്ങളെ, നിങ്ങൾ എനിക്ക് മാത്രമേ വഴിപ്പെടാവൂ, എന്നെ മാത്രമേ ആരാധിക്കാവൂ, നിങ്ങൾ ശൈത്താനിലേക്ക് ആരാധിക്കരുത് എന്ന് അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയാണ്. ഈ കൽപ്പന, ഈ ഉടമ്പടി ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹു നടത്തിയ ഉടമ്പടിയാണ്. റസൂൽ പറയുന്ന ആ ഉടമ്പടി നിങ്ങൾ പൊളിച്ച് നിങ്ങൾ ശൈത്താനിനെ പിമ്പറ്റി ജീവിക്കാൻ തുടങ്ങിയാൽ, പൈശാചികമായി ജീവിക്കാൻ വേണ്ടി തുടങ്ങിയാൽ, റസൂലുള്ളാഹി കൽപ്പിച്ചു തന്ന, അള്ളാഹു നിർദ്ദേശിച്ച, റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്ന അതൊന്ന് വ്യതിചലിച്ചുകൊണ്ട് നിങ്ങളുടെ ദേഹത്തേക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ സ്വന്തം തുടങ്ങിയാൽ ഭൂമി ലോകത്ത് നിങ്ങളുണ്ടാക്കിയ കരാറുകൾ അള്ളാഹു പൊളിച്ചു കളയും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പ്രയാസമാകും എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വർത്തമാന കാലഘട്ടത്തിൽ നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ശർബത്തി മാഷും ഉദ്ഘാടന പ്രസംഗം ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ നേതാവ് പാണക്കാട് സീതി സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും സൂചിപ്പിച്ചതുപോലെ, എന്തിൻ്റെങ്കിലും പേരിൽ ഇവിടെ വാസ്തവത്തിൽ നായക്ക് വലിയ വില പോലും മനുഷ്യന് കൽപ്പിക്കാതെ, പാമ്പിനുള്ള വില പോലും മനുഷ്യന് കൽപ്പിക്കാതെ വെറും പേപ്പട്ടികളെപ്പോ തച്ചുകൊല്ലുന്നത് പോലെ തച്ചുകൊല്ലുമ്പോ നാം ചിന്തിക്കേണ്ടത്, ആ കരാർ നമ്മളെ ഭാഗത്ത് പൊളിഞ്ഞു പോയിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഭൂമി ലോകത്ത് നമ്മൾ ഉണ്ടാക്കിയ കരാർ ഇവിടെ പൊളിച്ചു കളഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ മോശക്കാരായി പോകുന്നതെന്ന് ഒരു വേള ചിന്തിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ സംസ്കാരം, നമ്മുടെ സ്വഭാവം, നമ്മുടെ മറ്റുള്ള ജീവിതം, നമ്മുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെയാണ്, മുടി വളർത്തേണ്ടത് എങ്ങനെയാണ്, താടി വളർത്തേണ്ടത് എങ്ങനെയാണ്, ചെരുപ്പ് ധരിക്കേണ്ടത് എങ്ങനെയാണ്, പല്ല് തേക്കേണ്ടത് എങ്ങനെയാണ്, നഖം മുറിക്കേണ്ടത് എങ്ങനെയാണ്, ഏത് ദിവസത്തിലാണ് മുറിക്കേണ്ടത്, ഏത് നഖം കൊണ്ടാണ് തുടങ്ങേണ്ടത് എന്ന് പഠിപ്പിച്ചെന്ന മുസ്തഫ നബി തങ്ങൾ. ഈ സംസ്ഥാനം നമ്മൾ വായിലേക്ക് ഒരു കഫം വന്നാൽ അതെങ്ങനെ തുപ്പണം എന്ന് പഠിപ്പിച്ചെന്ന് ദീനുൽ ഇസ്ലാം. അതൊക്കെ മാറ്റി അതെന്നെല്ലാം പിന്തിരിഞ്ഞ് ഏതെങ്കിലും പാശ്ചാത്യ സംസ്കാരം വരുമ്പോ ആ സംസ്കാരത്തിന്റെ പിന്നാലെ എല്ലാ മേഖലകളും, ജീവിത മേഖലകൾ, കുടുംബ മേഖലകൾ, അയൽവാസി ബന്ധങ്ങൾ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഈ പാശ്ചാത്യ സംസ്കാരം ജീവിതത്തിൽ പകർത്തി, അതാണ് നമ്മുടെ സംസ്കാരം, അതാണ് നമ്മുടെ നിയമാവലി എന്ന രൂപത്തിൽ നാം ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നാം നിന്യന്മാരായി പോകുന്നുണ്ടോ എന്നൊരു വേള നാം ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും എല്ലാവരും എല്ലാ മേഖലയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പണ്ഡിതന്മാരുടെ മേഖല ചിന്തിക്കണം, സാധാരണക്കാർ അവരുടെ മേഖലകൾ ചിന്തിക്കണം, കച്ചവടക്കാർ അവരുടെ മേഖലകൾ ചിന്തിക്കണം, സംഘടനകൾ അവരുടെ മേഖലകൾ ചിന്തിക്കണം. വാസ്തവത്തിൽ എല്ലാ മേഖലകളിലും മൂല്യ തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും മൂല്യ തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെയും വിലവെക്കാത്ത ഒരു സ്വഭാവമായി മാറുകയാണ്. ഉദാഹരണത്തിന് ഈ പ്രാവശ്യം തന്നെ ഞങ്ങളെ കാസർഗോഡ് ഭാഗത്ത് മാസപ്രയുമായിട്ട് പ്രശ്നമുണ്ടായപ്പോൾ കാസർഗോഡ് കാലിയും മറ്റൊക്കെ ഉറപ്പിക്കാൻ ഒരല്പം താമസിച്ചു, ഒരു വിവരം കിട്ടുന്നത് വരെ. അപ്പോഴേക്കും വാസ്തവത്തിൽ ചില പള്ളികളിൽ തക്ബീർ ചൊല്ലൽ തുടങ്ങി. കാലി പിന്നെ ഉറപ്പിക്കുന്ന തരം ആ തക്ബീർ ചൊല്ലൽ കഴിഞ്ഞു. ആർക്കും ഒരു വിലയില്ലാത്ത, ഓരോരുത്തർക്കും തോന്നിയതുപോലെ എന്തെങ്കിലും കാണുന്നത് പോലെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകം ഒരു സാഹചര്യം. അത് ഒരുപാട് പ്രയാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആരെയും ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ പറയുന്നതല്ല.
ചിലപ്പോൾ പിന്നെ പലതും പല ഭാഗങ്ങളിലും ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു പോകുന്നുണ്ടോ? പല മേഖലകളിലുള്ളവരുടെ ഓരോ മേഖലകളിലും പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തനങ്ങളിൽ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന ഓരോ മേഖലകൾ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യമാണ്. അതുകൊണ്ടാണ് വർത്തമാന കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഒരുപാട് അലമ്പുകളും പ്രയാസങ്ങളും വന്നു ചേരുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സുദീർഘമായി നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. സത്യസന്ധതയില്ലാത്ത പല മേഖലകളും, സത്യസന്ധതയില്ലാത്ത പല സ്വഭാവങ്ങളും നമ്മൾക്കറിയാം. ദക്ഷിണ കർണാടകയുടെ ഒരുപാട് ഭാഗത്തുള്ള കർണാടകയുടെ പല ഭാഗത്തുള്ളവർ ഈ ഭാഗത്തുണ്ട്. വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട CM മക്കാം, ബഹുമാനപ്പെട്ട മടവൂർ ഷേഖിന്റെ ഉറൂസ്, നേരത്തെ ഷഫ്രി മാഷ് അവർ സൂചിപ്പിച്ചതുപോലെ മൂപ്പരൊരു പുകമറയായിട്ട് പറഞ്ഞതാണ്. ഷവ്വാൽ 4 തുടങ്ങി 8 അവസാനിപ്പിക്കുന്ന സ്വഭാവം. അത് വാസ്തവത്തിൽ ഇപ്പോൾ വേറൊരു നോട്ടീസ് അടിച്ച് ഉറൂസ് മുബാറക്ക് മറ്റൊരു തീയതിയിലാണെന്ന് കർണാടകയിലും മറ്റും മലയാളത്തിലൊക്കെ നോട്ടീസ് അടിച്ച് പ്രചരിപ്പിക്കുകയും, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ എത്തിക്കാനുള്ള സഹോദരന്മാർ കൊണ്ടുവച്ച പിന്നെ പല ഭണ്ഡാരപ്പെട്ടികളും, ഞാനിത് പറയുന്നത് കർണാടക ഭാഗത്തുള്ള ഒരുപാട് ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്, ഇവിടെ ഉണ്ട്. അവരൊക്കെ അറിഞ്ഞ ആശയം കൈമാറാൻ വേണ്ടി പറയുകയാണ്. ആ വെച്ചവരൊക്കെ സുഖമില്ല, അവരൊക്കെ മാറിപ്പോയി എന്നൊക്കെ പ്രചരിപ്പിച്ച് അവർ വെച്ച പണ്ടാരടക്കം നമ്മുടെ കുട്ടികൾ പറയുന്നത് പൈസ ഓട്ടുന്ന പണ്ടാരവും കൊണ്ടുപോയിന്ന അങ്ങനെയൊക്കെ കൊണ്ടുപോയി വാതൊരു സത്യസന്ധതയില്ലാത്ത സംഘടന, അള്ളാഹുവിന്റെ ദീൻ സ്ഥാപിച്ച സംഘടനകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു പക്ഷേ വ്യഭിചരിച്ചേക്കാം. ഞാൻ വ്യഭിചാരത്തിന് അനുമതി പറയുന്നതല്ല, സാഹചര്യത്തിന് അടിമപ്പെട്ട ഒരു പക്ഷേ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു പക്ഷേ വ്യഭിചരിച്ചേക്കാം. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ വായിൽ നിന്ന് കളവ് വരാൻ പാടില്ല. ഷഫീഖുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കേണ്ടതല്ലേ വിഷയം? ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ? അപ്പോൾ സത്യസന്ധതയില്ലാത്ത ജീവിതം പല മേഖലകളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ആ വാസ്തവത്തിൽ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതുപോലെ തന്നെ മുൻഗാമികളെ ആക്ഷേപിക്കുന്ന കാലം. കഴിഞ്ഞുപോയ ഈമാൻ കൊണ്ട് മുൻകടന്ന മഹാന്മാരെ ആക്ഷേപിക്കുകയും അവരെ തള്ളിപ്പറയുകയും അവർക്ക് ലോകം തിരിഞ്ഞിട്ടില്ല എന്ന് പറയുകയും അങ്ങനെ പറഞ്ഞ് അവരെ കൊച്ചാക്കിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യം. വാസ്തവത്തിൽ അവസാന കാലഘട്ടം വരുമ്പോ ചുവന്ന കാറ്റടിക്കുമെന്നും മറ്റൊക്കെ പറഞ്ഞതിന്റെ താല്പര്യത്തിൽ ചില ഇമാമിയങ്ങൾ പറയുന്നത്, കഴിഞ്ഞുപോയ ഈമാൻ കൊണ്ട് മുൻകടന്ന മഹാന്മാരെ കൊച്ചാക്കി തള്ളിപ്പറയുന്ന കാലം കാറ്റടിക്കുമെന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഈ അന്തരീക്ഷം വിഷവായുകളെ കൊണ്ട് മലിനമാകുമെന്നാണെന്നത്ര. ഈ വിഷവായുകളെ കൊണ്ട് ഈ അന്തരീക്ഷം മലിനമാകുമെന്നാണത്ര. അന്തരീക്ഷം വിഷവായുകളെ കൊണ്ട് മലിനമായാൽ ഡോക്ടർമാർ മരുന്ന് കണ്ടുപിടിക്കാത്ത, അല്ലെങ്കിൽ മരുന്ന് യോജിച്ചതായിരിക്കുന്ന മരുന്ന് ഏതാണ്, ഫിറ്റായ മരുന്ന് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രോഗങ്ങൾ കൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കുമെന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യമെന്ന് ചില ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ പറയുമ്പോ വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാര്യങ്ങളൊക്കെ. കഴിഞ്ഞുപോയ ആലിമീങ്ങളെ കുറ്റം പറയുന്നവർ, ഇമാമീങ്ങൾ ആക്ഷേപിക്കുന്നവർ, മുജ്തദീങ്ങളായ ഇമാമീങ്ങളെ പോലും ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി തങ്ങളുടെ ഫിഖ് പോലും പൂർണ്ണമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തന്റെ മനസ്സിലുദിക്കുന്നതിനൊക്കെ പിന്നെ ഇവിടെ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയും അതാണ് ശരിയാണെന്ന് കണ്ടെത്തുന്ന ചില പ്രാസംഗികന്മാരൊക്കെ. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, പരമ്പരാഗതമായി പരമാരും അയിമ്മത്തും നമ്മുടെ സലഫ് സാലിഹ്യങ്ങളും കാണിച്ചത് പാത സ്വീകരിച്ചുകൊണ്ട് സത്യസന്ധത, ഹക്ക് അത് മുറുകെ പിടിച്ചുകൊണ്ട് ഹക്കായ മാർഗത്തിൽ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇതുപോലുള്ള പകർച്ചവ്യാധി പോലുള്ള രോഗങ്ങളിലൊക്കെ അള്ളാഹു നമ്മളെല്ലാവരും കാത്ത് സലാമത്തിലാക്കുമാറാവട്ടെ. മാത്രം ദുആ ചെയ്തുകൊണ്ട് ഒരുപാട് വ്യക്തികൾ മടവൂരിലേക്ക് വരുമ്പോൾ മടവൂരുമായി ബന്ധപ്പെട്ട് മടവൂർ ഉറൂസ് തീരുമാനിച്ച് നോട്ടീസ് അടിക്കുമ്പോൾ തന്നെ പലവരും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കാറുണ്ട്. അള്ളാഹു അവരുടെയും നമ്മുടെയും ഈ ഒരുമിച്ചുള്ള എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളെയും അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. എല്ലാ രോഗങ്ങളെയും അള്ളാഹു ഷിഫയാക്കി തരുമാറാവട്ടെ. ഈ ബഹുമാനപ്പെട്ട അന്നറത്തിൽ ആരെല്ലാം എന്തെല്ലാം ഉദ്ദേശങ്ങൾ കരുതിയാണ് വരുന്നതെങ്കിൽ അവരുടെയൊക്കെ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. മാത്രം ദുആ ചെയ്തു നേതാക്കൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട MA കാസിം ഉസ്താദ് അവറുകളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം.
اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. بسم الله الرحمن الرحيم. أليس الله بأحكم الحاكمين. صدق الله مولانا العلي العظيم. ബഹുമാനമുള്ള സാധാത്തുക്കളെ, നേതാക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങൾ, സഫ്വാൻ തങ്ങൾ, ഹാദി തങ്ങൾ, ബഹുമാനപ്പെട്ട വാവാട് ഉസ്താദ്, ഉമർ മുസ്ലിയാർ, അതേപോലെ തന്നെ പയ്യേക്കി ഉസ്താദ്, മാഹിൻ മുസ്ലിയാർ മുതലായ വലിയവരായ നേതാക്കളെ, ഉലമാക്കളെ, ഒരാശംസ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രത്യേകമായ ഒരു ചുറ്റുപാടാണ് ഇവിടെയുള്ളത്. രോഗങ്ങളെക്കുറിച്ച് നാം എല്ലാവരും ധാരാളം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കച്ചവടത്തിൻ്റെ പരാജയത്തെക്കുറിച്ച് ഇരിക്കുകയാണ്. മറ്റ് പല കാര്യങ്ങളിലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്ന ഒരു വാക്ക്, ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആ. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ മാറ്റാൻ ഈ ലോകത്ത് ഒരു സാധനവുമില്ല. ഒരു സാധനത്തിൻ്റെ തീരുമാനങ്ങളെ മാറ്റുകയില്ല. പക്ഷെ ഇല്ല ദുആ, ദുആക്ക് അത് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ദുആക്ക് സാധിക്കുക എന്ന് പറയുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ദുആക്ക് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? നമ്മുടെ പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ വലിയ നേതാക്കൾക്കോ ഒന്നിനും സാധിക്കാത്തതാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. അതാണ് അള്ളാഹു പറയുന്നത്, അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ. എല്ലാ വിധികർത്താക്കളുടെ വിധികർത്താവും അള്ളാഹു തന്നെയല്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നു. നാം എല്ലാവരും തലകുനിച്ചുകൊണ്ട് പറയുന്നു, ബലാ വഅന അലാ ദാലിക മിനശ് ഷാഹിദീൻ. അങ്ങനെ തന്നെയാണ് പടച്ചവനെ എന്ന് അള്ളാഹുവിനോട് പറയും. ഇത്ര വലിയ ഹാക്കിമിൻ്റെ ആ വിധിയെ എങ്ങനെയാണ് തെറ്റിക്കുക എന്ന് പറയുന്നത് ദുആ അള്ളാഹുവിനോടാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് അള്ളാഹുവിൻ്റെ മുമ്പിൽ വളരെയേറെ വേദനയോടെ, വളരെയേറെ സങ്കടത്തോടെ, വളരെയേറെ ദുഃഖത്തോടു കൂടി ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ, വളരെയേറെ താഴ്ചപ്പാടോട് കൂടി വളരെ രഹസ്യമായിട്ട് അള്ളാഹുവിനോട് നേരിട്ട് ദുആയും, അള്ളാഹു എനിക്ക് നിങ്ങളോട് അലിവ് തോന്നുകയാണ്, സ്നേഹം തോന്നുകയാണ്, കരുണ തോന്നുകയാണ്, നിങ്ങളോട് വല്ലാത്ത കരുണ തോന്നുകയാണ്. ആ കരുണ തോന്നുന്നത് കൊണ്ട് അള്ളാഹു വിധിച്ച വിധിയെ അവൻ തന്നെ മാറ്റുകയാണ്. അള്ളാഹുവിൻ്റെ വിധിയെ മാറ്റാൻ അള്ളാഹുവിനിക്ക് കഴിയുമല്ലോ, മറ്റാർക്കും കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിനിക്കത് കഴിയും. അങ്ങനെ അള്ളാഹു മാറ്റുകയാണ് എന്ന് അള്ളാഹു തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. നാം എല്ലാവരും വളരെയേറെ ദുആ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ഇത്. പ്രത്യേകിച്ചും എത്രയോ ആളുകളെ, അതുപോലെ തന്നെ എത്രയോ നല്ലവരായ നേതാക്കന്മാർ, എത്രയോ വിദ്യാർത്ഥികൾ, വലിയ വലിയ ആൾക്കാർ, സാദാത്തുക്കളൊക്കെ ചേർന്ന ഇതുപോലെയുള്ള എവിടെയും നാം സ്വന്തമായിട്ട് രാത്രി എഴുന്നേറ്റുകൊണ്ടും അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്, നാം ജനിച്ച മണ്ണ്, നാം വളർന്ന മണ്ണ്, നമ്മുടെ നാട്, നമ്മുടെ നാട്ടിൽ അല്ലാഹ് എന്നുള്ള ആ വിശ്വാസം പുലർത്തുന്നതിൻ്റെ പേരിൽ, ദീനിൽ ഇസ്ലാമിനെ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ കൽപ്പനയെ അനുസരിക്കുന്നതിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ ആ ശിആർ ഉൾക്കൊള്ളുന്നതിൻ്റെ പേരിൽ നമ്മെ
പല നിലയിൽ മർദ്ദിക്കുകയാണ്, പല രൂപത്തിലും മർദ്ദിക്കുകയാണ്. കാണുമ്പോൾ സങ്കടം തോന്നുന്നു, പത്രം വായിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞു പോകുന്നു. എത്ര വലിയ വലിയ അക്രമങ്ങൾ! ഇറച്ചി സൂക്ഷിച്ചു വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ തല്ലിക്കൊന്നു, അതേപോലെ തന്നെ ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊന്നു. ഇതുപോലെയുള്ള അവസ്ഥകൾ ഇതെന്തുകൊണ്ട് വരുന്നു? യഥാർത്ഥത്തിൽ ഈ സമുദായത്തെ ഇല്ലാണ്ടാക്കണം. അതിനുള്ള ക്ഷുദ്രജീവികളുടെ മനസ്സിലുള്ളത് യഥാർത്ഥത്തിൽ നല്ലവരായ ഹൈന്ദവന്മാരുടെ മനസ്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൾക്കാരുടെ മനസ്സിലോ ഉള്ളതല്ല. യഥാർത്ഥത്തിൽ എന്തോ വിചാരിക്കുന്ന മനുഷ്യന്മാരുടെ ഹൃദയമാണ്. അവർക്ക് ഒത്താശയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ എന്ന് പറഞ്ഞ ആ ഹദീസ് നിങ്ങൾ ഓർക്കൂ. നാം ഓരോരുത്തരും നമ്മുടെ ശരീരത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആയുധങ്ങൾ, ഒരു പക്ഷേ നല്ല നല്ല കത്തികൾ അല്ലെങ്കിൽ നല്ല നല്ല വെടികൾ, ഇതുപോലെയുള്ള സാധനങ്ങൾ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടല്ലോ. പക്ഷേ എല്ലാം വലിയ ആയുധം ഈ രൂപത്തിലൊന്നുമല്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു തരികയാണ്, നിങ്ങളുടെ ദുആയാണ് ഏറ്റവും വലിയ ആയുധം. അതുകൊണ്ട് ഇന്നും എന്നും ഏത് സമയത്തിലും ഈ സമുദായത്തിന്റെ ഇസ്സത്തിന് വേണ്ടി ദുആ ചെയ്യുക. ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിസ്തി തങ്ങളുടെ പേരുകൊണ്ട് ഉത്തരേന്ത്യ ഇസ്ലാമിലേക്ക് വന്നു. മഹാനായ മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പേരിൽ ദക്ഷിണേന്ത്യയും അതിൻ്റെ ചുറ്റുഭാഗവുമൊക്കെ ഇസ്ലാമിലേക്ക് വന്നു. അവരുടെ വലിയവരായ അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കളാണ് അവർ. സഹാബത്തിൽപ്പെട്ടവരാണ് മഹാനായ മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു. ആ വലിയ പ്രവർത്തനം ഇവിടെ നടന്നു. അവരുടെ ബർക്കത്ത് കൊണ്ട് ഇത് വളരെയേറെ ഭംഗിയായി. ഇന്ന് മഹാനായ മടവൂർ ഷെയ്ഖിൻ്റെ മുമ്പിൽ നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇത്തരം ഔലിയാക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് ചെയ്യുന്ന ദുആ, അതേപോലെ തന്നെ വലിയവരായ അസ്ഹാബുൽ ബദറിനെയും മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖിനെയും അതുപോലെയുള്ള ആൾക്കാരെയും ഒക്കെ മുൻനിർത്തിയിട്ട്, അതേപോലെ തന്നെ നമ്മുടെ സൽക്കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ഇപ്പോൾ വളരെ പ്രധാനമായി ചോദിക്കേണ്ടത് ഈ സമുദായത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. അക്രമികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടും. ഇത്തഖീ ദഅവത്തൽ മളലൂം എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. മളലൂമിൻ്റെ ദുആയെ സൂക്ഷിച്ചു കൊള്ളൂ. ലൈസ ബൈനഹാ വ ബൈനല്ലാഹി ഹിജാബ്. ബഹുമാനപ്പെട്ട നബി പറഞ്ഞ വാക്കാണത്. ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ്. അതിൻ്റെയും ഈ ദുആയുടെയും അള്ളാഹുവിൻ്റെയും മുമ്പിൽ തടസ്സമില്ല. അതുകൊണ്ട് നാം കൈയഴിച്ചുകൊണ്ട് പടച്ചവനിലേക്ക് ലയിച്ചുകൊണ്ട് പടച്ചവൻ്റെ ആ കഴിവിനെ മനസ്സിലാക്കിക്കൊണ്ട്, എൻ്റെ റബ്ബ്, ഞങ്ങളുടെ ഖാലിഖ്, ഈ ഭൂമി നിൻ്റെതാണ്, ഈ ആകാശം നിൻ്റെതാണ്, ഇവിടെ ഞങ്ങളെ ജനിപ്പിച്ചതാണ്, അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അത് നീ തരണം, അനുവദിച്ച് തരണം. മറ്റാരെയും ദ്രോഹിക്കുന്ന ഒരു പ്രശ്നവുമില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്തരം ഷർറുകളിൽ നിന്ന് മുസ്ലിമീങ്ങളെ അർഹമുർ റഹീമായ തമ്പുരാനെ നീ കാക്കണം. തമ്പുരാനെ, നീ അഹ്കമുൽ ഹാക്കിമാണ് റബ്ബ്. നീ ഞങ്ങളുടെ മേൽ നല്ല വിധി ഉണ്ടാക്കണം. തമ്പുരാനെ, ദുആ ഏറ്റവും വലിയ ആയുധമാണെന്ന് നിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് റബ്ബ്. അതുകൊണ്ട് മഹാനായ നബിൻ്റെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ആ കലിമത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ കാക്കണം. തമ്പുരാനെ, ഞങ്ങളെ സ്വത്തിനെയും ഞങ്ങളുടെ മുതലിനെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഇസ്സത്തിനെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും ഞങ്ങളുടെ പള്ളികളെയും ഞങ്ങളുടെ എല്ലാറ്റിനെയും നീ കാക്കണം. തമ്പുരാനെ, നിന്റെ സംരക്ഷണം എല്ലാത്തിലും വലുതാണ് എന്ന് ഞങ്ങൾ കണക്ക് കൂട്ടുന്നു. റഹ്മാനായ റബ്ബ്, നീ ഞങ്ങളെ രക്ഷിക്കണം. തമ്പുരാനെ, ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.
കൊയ്യോട് ഉമർ മുസ്ലിയാർ ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى وعلى آله وصحبه أهل الصدق والوفاء. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العلي العظيم. അഭിവന്ദ്യരായ സാദാത്തുക്കളെ, ബഹുമാന്യരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട ഉമറാക്കളെ, സ്നേഹബഹുമാനമുള്ള സഹോദരി സഹോദരങ്ങളെ, CM അവറുകളുടെ ഉറൂസിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ സമാപന സംഗമത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പുണ്യ സദസ്സിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ദൗത്യം തന്നെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു മെത്തേഡ് സ്വീകരിച്ചുകൊണ്ടാണോ അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ പ്രബോധനം ചെയ്തത്, ആ മെത്തേഡ് സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്യുക എന്ന ഉത്തരവാദിത്വ നിർവഹണമാണ് ബഹുമാനപ്പെട്ട അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ നിർവഹിച്ചിട്ടുള്ളത്. അതിൽ മുഖ്യ പങ്ക് വഹിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി എന്നത് മഹാനവറുകളുടെ ചിരകാല ചരിത്രങ്ങളിലൊക്കെ നാം പഠിച്ചതും നാം കേട്ടതുമാണ്. നമ്മിൽ നിന്ന് പലരും അനുഭവിച്ചറിഞ്ഞവരുമാണ്, പലരും അതിൻ്റെ ഗുണങ്ങൾ നേടിയെടുത്തവരുമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിച്ചതിന് അള്ളാഹു തന്നെ നൽകിയിരിക്കുന്ന മെത്തേഡ് ആത്മീയമായ സംസ്കരണമാണ് അതിൽ വളരെ പ്രാധാന്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത്. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, അള്ളാഹുവിൻ്റെ അടിമകളെ അവരുടെ ഹൃദയ ശുദ്ധീകരണത്തിലൂടെ, ആത്മീയ ശുദ്ധീകരണത്തിലൂടെ, ആത്മീയ സംസ്കരണത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക എന്ന ദൗത്യമായിരുന്നു മഹാന്മാരായ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ നിർവഹിച്ചിട്ടുള്ളത്. ആ ഒരു ദൗത്യ നിർവഹണത്തിന് അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്ന മഹത്തുക്കളാണ് ബഹുമാനപ്പെട്ട അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരോട് തത്തുല്യമായ ജീവിതം, അതിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ആ ജീവിതത്തെ ഒരു സംസ്കരണത്തിലൂടെ അവർ ആ ജീവിതം പരിപോഷിപ്പിക്കുകയും ചെയ്ത മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ പ്രമുഖരായിരുന്നു നമുക്കൊക്കെ പരിചയമുള്ള CM വലിയുല്ലാഹി എന്ന് അവിടുത്തെ ചരിത്രങ്ങളിൽ നിന്ന് നാം കേട്ടുപഠിച്ചിട്ടുണ്ട്. ഞാൻ ഓർമ്മിച്ചു പോവുകയാണ്, ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി മഹാനായ ഷംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് തളിപ്രമ്പ് ഖുവ്വത്തുൽ ഇസ്ലാം ഒരു മുതഅല്ലിമായി പഠിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ കൂടെ പഠിച്ചിരുന്ന സഹപാഠികളിൽ നിന്ന് പലരും പറഞ്ഞത് കേട്ടിട്ടുണ്ട്, വൈകുന്നേര സമയം കടകളിൽ ചായ കുടിക്കാൻ പോകും. ഒന്നിച്ച് ചായ കുടിക്കാൻ പോകുന്ന അവസരത്തിൽ മഹാനായ CM വലിയുല്ലാഹി ഇടയ്ക്ക് വെച്ച് ഒരു നിബന്ധന വെക്കും. നാം ചായ കുടിക്കുന്ന അവസരത്തിൽ അതൊരു ഇബാദത്തായി മാറിത്തരാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ ചായ നേർച്ചയാക്കാം, നിങ്ങൾ എനിക്ക് ചായ നേർച്ചയാക്കൂ, അവർ മറ്റവർക്ക് നേർച്ചയാക്കട്ടെ. ഇങ്ങനെ പരസ്പരം ചായ കൊടുക്കൽ നേർച്ചയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചായ കുടി വരെ ഇബാദത്താക്കുകയും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു ഖുർബത്താക്കി മാറ്റുകയും ചെയ്തുകൊണ്ട് ചെറുപ്പം മുതലേ അള്ളാഹുവിൻ്റെ ജീവിതം മുഴുവനും അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി അവിടുത്തെ ജീവിതം സംസ്കരിച്ച ഒരു പാരമ്പര്യം നിലനിർത്തിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട
CM വലിയുല്ലാഹി എന്ന് നമുക്കറിയാം. ജീവിതകാലത്ത് ഒരുപാട് മുരീദുമാരെ, ഒരുപാട് ശിഷ്യ സമ്പത്തുകളെ ആത്മീയമായി സംസ്കരിച്ചു. ആ ഒരു ആത്മീയ സംസ്കരണത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയും ചെയ്തുകൊണ്ട് മഹാനവറുകൾ നമ്മെ വിട്ടുപിരിഞ്ഞപ്പോൾ ആ മഹാനവറുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ആത്മീയമായ പരിവേഷമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരു ആത്മീയമായ ഉത്കൃഷ്ടത ഉണ്ടാക്കുന്ന സേവനങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. ആ കൂട്ടത്തിൽ ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന അഷ്അരിയ കോളേജ്, അതുപോലെ തന്നെ യതീംഖാന, അതുപോലെയുള്ള മറ്റ് സംരംഭങ്ങളെല്ലാത്തിൻ്റെ പുറമെ ആഴ്ചതോറും നടന്നു വരുന്ന സ്വലാത്തുകൾ, മാസങ്ങൾ നടന്നു വരുന്ന മജ്ലിസുൻ നൂർ, അതുപോലെയുള്ള ഒരുപാട് ആത്മീയമായ സദസ്സിനെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ നിന്ന് പരാമർശിക്കപ്പെട്ടതായി കേട്ടു. ഇതെല്ലാം ബഹുമാനപ്പെട്ട മഹാനായ ശൈഖുന CM വലിയുല്ലാഹി അവറുകൾ ജീവിതകാലത്ത് കാണിച്ചു തന്നതും ജീവിതകാലത്ത് സമൂഹത്തെ ആത്മീയമായി സമുദ്ധരിക്കാൻ വേണ്ടി ഉപയോഗിച്ച പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് ഇവിടുത്തെ സംഘാടകർ ഇന്നും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ പ്രവർത്തകന്മാരെ പ്രത്യേകം ഇവിടെ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമാവുകയുള്ളൂ. ഒരാത്മീയമായ സംസ്കരണം നമുക്ക് ആവശ്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ എന്ന ഈ പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിൽ വശംസി വളുഹാഹാ ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ വസ്സമാഇ വമാ ബനാഹാ വൽ അർളി വമാ തുഹാഹാ വനഫ്സിൻ വമാ സവ്വാഹാ എന്ന് തുടങ്ങി ഒരുപാട് സത്യങ്ങൾ അല്ലാഹു ചെയ്തു. സത്യങ്ങൾ അല്ലാഹു ചെയ്തതിന് ശേഷം അല്ലാഹു പറയുന്നു ഖദ് അഫ്ലഹ മൻ സക്കാഹാ, മനസ്സ് ശുദ്ധിയാക്കുകയും ആത്മീയ സംസ്കരണം നടത്തുകയും ചെയ്തവന് മാത്രമേ വിജയമുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ആത്മീയ സംസ്കരണം നമുക്ക് ആവശ്യമാണ്. അതാണ് ഇവിടെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ സേവനം. മഹാന്മാരായ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ചെയ്തതും അത് തന്നെയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പരാമർശിക്കുന്നിടത്തെല്ലാം പറയണത് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീൻ റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. തസ്കിയത്ത് ചെയ്തുകൊണ്ട് സംസ്കരിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക എന്ന ആ ദൗത്യ നിർവഹണം അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ചെയ്തപ്പോൾ ആ പ്രവാചകന്മാരുടെ ദൗത്യ നിർവഹണം ഇടതടവില്ലാതെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിലൂടെയാണ്. ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി മുൻപന്തിയിലുണ്ട് എന്ന് നമ്മളിൽ നിന്ന് പലരും അനുഭവിച്ചറിഞ്ഞവരാണ്. ആ മഹാനായ ഷെയ്ഖിന്റെ ഉറൂസിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്നതും ഒരു തസ്കിയത്തിന്റെ സദസ്സാണ്. ആ തസ്കിയത്തിന്റെ സദസ്സിന് നേതൃത്വം കൊടുക്കാൻ അതിൽ അനുഗ്രഹീതമായ ഒരു നേതൃത്വം ഈ വേദിയിൽ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ബഹുമാനപ്പെട്ട പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന സന്തതികളിൽപ്പെട്ട ഒരുപാട് ഇവിടെയുണ്ട്. ഔലിയാക്കന്മാരുണ്ട്. മഹാന്മാരായ ഒരു ആത്മീയ സംസ്കരണം നേടിയെടുത്തിരിക്കുന്ന സൂഫി വര്യന്മാരായ മഹത്തുക്കളായ മഹാന്മാർ ഇവിടെയുണ്ട്. ആ മഹാന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ദിക്ർ ദുആ സമ്മേളനം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളവറുകളുടെ ആ ചാരത്ത് വെച്ചാണ് ഈ മഹത്തായ സംഗമം നടക്കുന്നത് എന്നതും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അനുഗ്രഹമായി നാം മനസ്സിലാക്കുന്നു. ആ അനുഗ്രഹത്തിൽ സംബന്ധിക്കാൻ അള്ളാഹു നമുക്ക് വലിയ സൗഭാഗ്യം നൽകി. ഇവിടെ പരാമർശിക്കപ്പെട്ട ഒരുപാട് വർത്തമാനകാല വിഷയങ്ങളുണ്ട്. ആ കാല വിഷയങ്ങളെല്ലാം തന്നെ ഇവിടെ പ്രത്യേകം സ്മരിക്കപ്പെടേണ്ടതുണ്ട്. ഈ മഹാന്മാരായ അള്ളാഹുവിൻ്റെ വലിയിൽപ്പെട്ട മഹാനായ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹിയുമായി ബന്ധപ്പെട്ട
ഒരുപാട് മഹത്തുക്കൾ നേതാക്കന്മാർ നമ്മിൽ നിന്ന് മറഞ്ഞുപോയി. മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹിയുടെ ബന്ധുവും അതോടൊപ്പം തന്നെ ഗുരുനാഥന്മാരിൽ പ്രമുഖരുമാണ്. ആ മഹാനായ ശംസുൽ ഉലമ അംഗീകരിച്ച ശംസുൽ ഉലമ വലിയാണെന്ന് നമുക്ക് പറഞ്ഞു തന്ന ശംസുൽ ഉലമ ആദരിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളവറുകൾ. അതുപോലെ കോഴിക്കോട് ജില്ലയിലെ പല മഹാന്മാരുമുണ്ട്. ആ കൂട്ടത്തിൽ പാറന്നൂർ ഇബ്രാഹിം ഉസ്താദ് അവറുകൾ ഒരുപാട് മഹാശിഷ്യ സമ്പത്തുള്ള മഹാനായ പാറന്നൂർ ഉസ്താദ് അവറുകളെ പോലെയുള്ള മഹത്തുക്കളൊക്കെ ഈ മഹാനായ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹിയായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയവരാണ്. ഇന്നിവിടെ നമ്മുടെ ദുആക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വാവാട് ഉസ്താദ് അവറുകളും ആ മഹാനായ ഷെയ്ഖുമായി മഹാനായ വലിയുമായി ബന്ധപ്പെട്ടവരാണ്. ഈ മഹത്തുക്കളൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന മഹാനായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന CM വലിയുല്ലാഹിയുടെ ആ ഒരു ചാരത്ത് വെച്ച് നാം നടത്തപ്പെടുന്ന ഈ ദുആ സംഗമം എന്തുകൊണ്ടും പ്രൗഢമാണ്, എന്തുകൊണ്ടും ഇജാബത്തിന് പൂർണ്ണമായി പ്രതീക്ഷിക്കാം എന്നെല്ലാം ഉറപ്പാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു മഹത്തായ സദസ്സാണ് ഇവിടെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്. ഈ മഹനീയ സാന്നിധ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ആത്മ ഉത്കൃഷ്ടം നൽകുന്ന ഒരു വലിയ സദസ്സാണ് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഈ സമ്മേളിച്ച കൂട്ടത്തിൽ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ പ്രശ്നങ്ങളുണ്ട്. എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ മനസ്സ് തുറന്നുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ആ പ്രാർത്ഥനയിൽ നമുക്കൊക്കെ പങ്കുചേരാം. എല്ലാവരും അവരുടേതായ ആത്മാർത്ഥതയോടുകൂടി ആമീൻ പറഞ്ഞുകൊണ്ട് ഈ സദസ്സിൽ ഭാഗവാക്കാവാൻ നമുക്ക് സാധിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങളോടെല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സഫുവാൻ തങ്ങൾ ഏമല ബഹുമാനപ്പെട്ടവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, ഉമറാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമ്മൾ ഈ ഇരുന്ന അവൻ്റെ സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. മഹാനായ CM വലിയുല്ലാഹിൻ്റെ കൂടെ, അതുപോലെ മശായിഖന്മാരുടെ കൂടെ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ അടുത്ത കാലത്ത് ഒരു ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഓമ്പതിൻ്റെ ഞാൻ ജവഹർലാൽ നെഹ്റു ആണെന്ന് പറഞ്ഞു. കൂടെയുള്ള 2 നാൾ പറഞ്ഞു അതെ നിങ്ങൾ തന്നെ ജവഹർലാൽ നെഹ്റു. ഞാൻ കുറച്ച് കഴിഞ്ഞ് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞു ഞാൻ ചോദിച്ചല്ലോ നിങ്ങളെങ്ങനെയാ സമ്മതിച്ച്? ഇടങ്ങേറിന് നിൽക്കാൻ കഴിയില്ല, ഓൻ നെഹ്റു എന്ന് പറഞ്ഞിട്ട് പോയിക്കോട്ടെ. ഇടങ്ങാറാക്കിയല്ലോ ഓൻ പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും അടിയോ കുത്തോ നടത്തിക്കളയും. അതുകൊണ്ട് ഇടങ്ങേറിന് ഞാനില്ല എന്ന് പറഞ്ഞു. ആയി കുറെ ആളിപ്പോ ഓരോ വിരലിന് 4-5 മോതിരിട്ട് പല്ലും തേക്കൂല, കുറെ അടക്കയും തിന്ന് വെത്തിരിയും തിന്ന് കുളിക്കാണ്ട് മുടിയും ജട കെട്ടി നടന്നിട്ട് പറയും ഞാൻ കുത്തുബ് സമാൻ. നീ എന്നെ കുത്തുബ് സമാൻ പോയി ആടെ. അള്ളാഹു കാക്കട്ടെ. എല്ലായിടത്തും കുത്തുബ് സമാൻ എല്ലായിടത്തും. അതിനെന്താ ചെയ്യാ? അതിന് ഉലമാക്കന്മാര്, ബ്രിട്ടീഷ് ഏജന്റുമാര്, പണ്ഡിതന്മാർ, വല്ല ബ്രിട്ടീഷുകാര്, ഇവൻ കുത്തുബ് സമാൻ. അള്ളാഹു കാക്കട്ടെ. ഇത് ഏറ്റു പറയാ ഏലസ ഏലസ, അതിന് ഏലസ. എവിടെയാ സഹോദരങ്ങള്? നമ്മളെന്താ വിഷയം? കച്ചവടമില്ല. നമ്മളെന്താ വിഷയം? മക്കളെ കെട്ടിക്കാൻ. നമ്മളെന്താ വിഷയം? വീടില്ല. നമ്മളെന്താ വിഷയം? വീട്ടിൽ കയറിയിട്ട് ഇടങ്ങേറി. അതിനെന്താ വേണ്ടേ? ഇവന്റെ വിശ്വാസം. എനക്കുണ്ടാവുന്ന ഇടങ്ങേറും, എനക്കുണ്ടാവുന്ന വിഷമവും, എനക്കുണ്ടാവുന്ന കടവും, എനക്കുണ്ടാവുന്ന ദുരിതം എല്ലാം ഓനെ കൊണ്ടാ, അല്ലെങ്കിൽ ഓന്റെ കുടുംബത്തെ കൊണ്ട്, അല്ലെങ്കിൽ ഓനെ ആരോ ചെയ്ത സിഹിർ കൊണ്ട്. അള്ളാഹു കാക്കട്ടെ. ഇവനക്ക് ഒരു ഇടങ്ങേറുമില്ല. ഇവനിക്ക് ഒരു ഇടങ്ങേറ് അള്ളാഹ് ഇറക്കൂല. അങ്ങനത്തെ ഒരു വിശ്വാസം പിന്നെന്ത് ചെയ്യും? ഇത് പരിഹരിക്കാൻ ചില കേന്ദ്രങ്ങളുണ്ട്. അതേടിയാ? ആ ബാഗുകളിലേക്ക് ഏതെങ്കിലും കോട്ടേഴ്സിലോ ഏതെങ്കിലും അങ്ങനത്തെ ഏതെങ്കിലും സ്ഥലങ്ങളിലോ പോയി വീഴാൻ, അങ്ങനത്തെ ഓനോട് കച്ചവടം കൂടാൻ വേണ്ടി എന്ന് ശൈത്താനിയത്തിന്റെ പണി പറഞ്ഞു കൊടുത്ത് ആടെ ഒരു വിളക്ക് വെക്കണോ, വിളക്കും വെച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഓനെ മദ്ഹബുകാരനാക്കി. പിന്നെ നടത്തം
അള്ളാഹു കാക്കട്ടെ. കേറി കേറി നമ്മുടെ ഈമാനൊക്കെ ദ്രവിച്ചു പോവാൻ. മഹാനായ CM വലിയുള്ളാന്റെ മക്ബറയിൽ പോയപ്പോലും നമുക്കൊരു ഉറച്ച വിശ്വാസമില്ല. യാ CM, എന്റെ ഈ വിഷയം മാറ്റ് എന്ന് പറയാൻ എന്തോ ഒരു പേടി. സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാർക്ക് പോലും എന്തേ ഒരു പേടി? നമ്മളൊക്കെ ഇപ്പോ അവരെന്തെങ്കിലും വിചാരിച്ചു കളയോ എന്ന് കരുതിയിട്ട് ഇവരെ ബർക്കത്ത് കൊണ്ട് ഇവരോട് തന്നെ പറയാൻ നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്നിട്ടുണ്ട് ധൈര്യപൂർവം. ആ വഴിയിലൂടെ നമ്മൾ പോയോക്കെ മസാറുകളെല്ലാം മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ട് മാത്രമല്ല, അവരോട് തന്നെ മഹാനായ CM വലിയുള്ളാനോട് അടക്കം. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വിഷയം ഉണ്ടായി. സ്വർണം കെട്ടോടി എടുത്തോനെ തിരിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, തങ്ങളെ എനിക്ക് സ്വർണം കിട്ടണം, എന്താ വഴി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, CMന്റെ അടുത്തേക്ക് നീ പറയുമ്പോൾ CMനോട് പറയാൻ എനിക്ക് സ്വർണം തരണം, കട്ട സ്വർണം എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവ ഇവിടെ പരാതി പറഞ്ഞു. ഞാനും കൂടെ വന്നു, CMനോട് പറഞ്ഞു. തിരിച്ചെത്തുമ്പോഴേക്ക് ആ സ്വർണം വീട്ടിലോട്ട് കൊണ്ടു കൊടുത്തു. ഒരു വിഷമൂല, ഒരിടങ്ങേറുമില്ല. നമുക്കൊരു പേടി. അള്ളാഹു കാക്കട്ടെ. നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സാൽ നമ്മൾ പോകുന്നത് ഏതെല്ലോ കേന്ദ്രങ്ങളിലേക്ക്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മഹാനായ CM വലിയുള്ള ഇവിടെ കിടക്കുന്നത് നമ്മുടെ ഈ നാടിന്, നമ്മുടെ ഈ സംസ്ഥാനത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ മസാർ, ബഹുമാനപ്പെട്ട CM വലിയുള്ളാന്റെ മസാറിൽ പോയി പറഞ്ഞാൽ മതി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വേറൊരു സംവിധാനത്തിലേക്ക് നമ്മൾ പോവേണ്ടതില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖാലിഖായ റബ്ബേ, മഹാനായ ബാബാട് ഉസ്താദ് അടക്കമുള്ളവർ ഇവിടെയുണ്ട്. ദുആന്റെ ഉത്തരം കിട്ടുന്ന മജ്ലിസാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ വളരെ ബേജാറിലൂടെ, വളരെ വിഷമത്തിലൂടെ വന്നവരുണ്ട്. അല്ലാഹുവേ, ഈ മഹത്തായ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് റബ്ബേ, ഇവിടുന്ന് ഞങ്ങൾ എഴുന്നേറ്റേക്ക് പോകുമ്പോഴേക്ക് ഞങ്ങളെ എല്ലാ വിഷയങ്ങൾക്കും നീ പരിഹാരം തരണം റഹ്മാനെ. അല്ലാഹുവേ, ആയുസ് കുറച്ചിട്ടും ആയുസിന് വിഷമം തന്നിട്ടും ആരോഗ്യത്തിൽ വിഷമം തന്നിട്ടും ഞങ്ങൾ നീ അല്ലാഹുവേ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. നിന്റെ പരീക്ഷണങ്ങൾ നേരിടാൻ ശക്തി റബ്ബേ. അതിന് ഈമാനില്ല റബ്ബേ, അതിന്റെ ഇബാദത്ത് ഞങ്ങൾക്കില്ല റബ്ബേ, അതിന്റെ ഇൽമ് ഞങ്ങൾക്കില്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ നീ കൈവിടല്ല റബ്ബേ. ഈ ഉമ്മത്തിനെ നീ കൈവിടല്ല റഹ്മാനെ. ഞങ്ങളെ നീ ഏറ്റെടുക്കലേ റഹ്മാനെ. അല്ലാഹുവേ, മഹാന്മാരാരാണെന്ന് തിരിയാതെ ഞങ്ങളിങ്ങനെ ഓട്ടത്തിലാ, കണ്ടവന്റെ അടുത്തേക്ക് എത്തിപ്പോവുക. ഒരുപാട് ഇല്ലാത്ത തരീക്കത്തുകളിലേക്ക്, ഓരോ കോട്ടയം ബസ് പോലെ ഓരോ ജില്ലകളിലെ തരീക്കത്തിലേക്ക് എത്തിപ്പെടുവാൻ അല്ലാഹു ഞങ്ങളെ നീക്കാക്കണേ റഹ്മാനെ. ഞങ്ങളെ ഈമാൻ പതറിപ്പോകുന്ന ഒന്നും ഞങ്ങളിലേക്ക് നീ എത്തിക്കല്ല റഹ്മാനെ. ഈ പരിപാടി, ഈ സമുച്ചയം, ഈ മഹാനായ CM വലിയുള്ളാന്റെ പേരുള്ള ഇവിടുത്തെ ദർസും അതുപോലെ അറബിക് കോളേജും ഇവിടെയുള്ള എല്ലാ വിഷയങ്ങളും ഈ കൊണ്ടുപോകുന്നത് ഞാൻ വിശ്വസിക്കുന്നു ചെറിയൊരു കാര്യമല്ല, വലിയ കാര്യമാണ്. അള്ളാഹു അവർക്ക് ദീർഘായുസും ആഫിയത്തും അതിന്റെ ഖുവ്വത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ CM വലിയുള്ളാഹി നേരത്തെ ഏഴുമല തങ്ങൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ സയ്യിദ് ഇസ്മായിൽ ആറ്റക്കോയ തങ്ങളാണ് എൻ്റെ പിതാവ്. ആ പിതാവും ഈ CM വലിയുള്ളാഹും ഒന്നിച്ച് ശരിക്കും വരാൻ, അതനുസരിച്ച് വീട്ടിലേക്ക് ഒക്കെ വരാറുണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും വല്ലാത്ത ബന്ധമായിരുന്നു. ഞാൻ തന്നെ എൻ്റെ മുഖത്ത് വലിയൊരു വെള്ളപ്പാട്ടല്ല, പൊടുതലാണ്. നമ്മൾ പറയും പൊടുതലാണ്. ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല. എന്താ പറയുക, എന്തോ പറഞ്ഞു, പൊടുതല. അത് വല്ലാതെ ആയപ്പോൾ മഹാനായ CMന്റെ അടുത്ത് പോയി. CM തടയിട്ട് പറഞ്ഞു, തങ്ങളുട്ടിയാവ് വേണ്ട, അവിടെ നിന്ന് നിന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇങ്ങനെ ഒരുപാട് വിഷമങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. മഹാനായ CM വലിയുള്ള ഞങ്ങളിവിടെ വന്നത് അങ്ങയുടെ ഏറ്റെടുക്കണേ, ഞങ്ങളെ വിഷയത്തിൽ പരിഹാരം തരണേ, ഞങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കണേ. ഇപ്പൊ കയറുമെന്ന് ഒരു സഹോദരൻ പറഞ്ഞു, 3 പെൺകുട്ടികളുടെ കല്യാണം കഴിപ്പിക്കാൻ ഒരു നിവൃത്തിയുമില്ല. അല്ലാഹു നീ പരിഹരിക്കണേ റഹ്മാനെ. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.